മാർച്ച് 27 ആഗോളതലത്തിൽ റിലീസ് ചെയ്യാനൊരുങ്ങുന്ന എമ്പുരാന് വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകരൊന്നാകെ. ചിത്രത്തിന്റെ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുന്ന ആരാധകർക്കിടയിലേക്ക് ഇപ്പോഴിതാ എമ്പുരാനിലെ പുതിയ ഗാനം എത്തിയിരിക്കുകയാണ്. ചിത്രം പാൻ ഇന്ത്യൻ തരംഗമാകുമെന്ന സൂചനകൾ തന്നെയാണ് ഗാനം നൽകുന്നത്. ഫിർസിന്ദ എന്ന പാട്ടിന്റെ ലിറിക്കൽ വീഡിയോയാണ് ഉച്ചയ്ക്ക് 1:08 യൂട്യൂബിലൂടെ പുറത്തുവന്നിരിക്കുന്നത്. പൂർണ്ണമായും ഹിന്ദിയിൽ ഒരുക്കിയിരിക്കുന്ന ഗാനം ഇതിനോടകം തന്നെ ശ്രദ്ധ നേടിക്കഴിഞ്ഞു. എബ്രാം ഖുറേഷിയും സയ്യിദ് മസൂദും സയ്യിദിന്റെ കുട്ടിക്കാലത്തെ കഥാപാത്രങ്ങളുമാണ് ഈ പാട്ടിൽ പ്രധാനമായും ഉൾപ്പെടുന്നത്. ഫിർസിന്ദ ദി ബാലഡ് ഓഫ് റെട്രിബ്യൂഷൻ എന്നാണ് പാട്ടിന് അണിയറ പ്രവർത്തകർ നൽകിയിരിക്കുന്ന പേര്. തന്നോട് ചെയ്ത അനീതികളോടും അതിക്രമങ്ങളോടും പ്രതികാരം തീർക്കുമെന്ന രീതിയിലുള്ള വരികളാണ് പാട്ടിലുള്ളത്. ദീപക് ദേവിന്റെ സംഗീതത്തിൽ ആനന്ദ് ഭാസ്കറാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്. തനിഷ്ക് നബ്ബാറാണ് ഗാനത്തിന്റെ രചന. എമ്പുരാന്റെ ആദ്യ ഭാഗങ്ങൾ ബോളിവുഡ് സിനിമ പോലെ തോന്നുമെന്നും പല ഡയലോഗുകളും ഹിന്ദിയിലാണ് ഒരുക്കിയിരിക്കുന്നതെന്നും പൃഥ്വിരാജ് നേരത്തെ പറഞ്ഞിരുന്നു. ഇപ്പോൾ പുതിയ പാട്ടുകൂടി പുറത്തുവന്നതോടെ സിനിമ നോർത്ത് ഇന്ത്യയിൽ വലിയ മുന്നേറ്റമുണ്ടാക്കുമെന്ന പ്രതീക്ഷയാണ് ആരാധകർ പങ്കുവയ്ക്കുന്നത്. മാർച്ച് 20 ഉച്ചയ്ക്ക് 1:08 ട്രെയിലർ പുറത്തുവിടുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. എന്നാൽ സമയം തെറ്റി ട്രെയിലർ അർദ്ധരാത്രിയോടെ പുറത്തിറക്കിയിരുന്നു. അതിനാൽ തന്നെ ഇത്തവണ പാട്ട് പറഞ്ഞ സമയത്ത് തന്നെ എത്തിയിട്ടുണ്ടല്ലോ എന്നാണ് ചിലർ കമന്റുകളിൽ പറയുന്നത്. മാത്രമല്ല ചിത്രത്തിന്റെ അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗ് റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ബുക്കിംഗ് ആരംഭിച്ച് 24 മണിക്കൂറുകൾ പിന്നിട്ടപ്പോൾ തന്നെ 6,45,000 ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോ എന്ന ആപ്ലിക്കേഷൻ വഴി ഇന്ത്യയിൽ വിറ്റുപോയത്. ആഗോളതലത്തിൽ ഇതിനോടകം 65 കോടിയോളം രൂപ പ്രീ ബുക്കിംഗിലൂടെ സിനിമ സ്വന്തമാക്കി കഴിഞ്ഞു. 150 കോടി ബഡ്ജറ്റിലിറങ്ങുന്ന സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തന്നെ സിനിമ വിജയിച്ചു കഴിഞ്ഞു. ആശീർവാദ് സിനിമാസ്, ശ്രീ ഗോകുലം മൂവീസ്, ലൈക്ക പ്രൊഡക്ഷൻസ് എന്നിവയുടെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ, ഗോകുലം ഗോപാലൻ, സുഭാസ്കരൻ എന്നിവർ ചേർന്നാണ് എമ്പുരാൻ നിർമ്മിച്ചിരിക്കുന്നത്. മുരളി ഗോപിയുടെ തിരക്കഥയിലൊരുങ്ങുന്ന ചിത്രം മലയാള സിനിമയുടെ ചരിത്രത്തിലെ ആദ്യത്തെ ഐമാക്സ് റിലീസായി എത്തുന്ന ചിത്രം കൂടിയാണെന്ന പ്രത്യേകതയുമുണ്ട്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.